Good afternoon, all of you. കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് വന്നോ? തുടങ്ങിക്കോ. ഡാലിയ ജോൺ ഒക്കെ എന്താണ് എല്ലാ ദിവസവും വരാത്തത്? ഒന്നാമത്തേത് സി ശരിയാണോ? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4. ഏതാണോ? 12-ാം തീയതി, നവംബർ 12-ാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. ഒക്ടോബർ 2-ാം തീയതി, 32 ഒക്ടോബർ 2. രണ്ടാണോ? എന്താണ്? 1, 3, 4. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. മാർക്ക് ചെയ്തേക്കുന്നത് 1, 3, 4. സോറി, 2, 3, 4 അല്ലേ? 2, 3, 4 ഇതാണ്. പി കൃഷ്ണപിള്ളയും അനന്ത പത്മാവനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഞാൻ വെച്ച് ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, എന്താ VS ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുക. നഫ്സിലെ എവിടെ പോയായിരുന്നു രാവിലെ? രണ്ട്, ഓപ്ഷൻ ബി. ഒന്നാമത്തെ ആൻസറും സി. വട്ടമേശ സമ്മേളനം 31. കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 2, ഡി 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു 22. ബർദോളി സത്യാഗ്രഹം 28. കാലഗണന അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ളവ എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആദ്യത്തേത് വരുന്നത്. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. 2, ലോങ് മാർച്ച്. ജപ്പാന്റെ ആക്രമണം. മഹത്തായ സാംസ്കാരിക വിപ്ലവം.
നമ്മൾ ഇനി മുതൽ 12 മണിക്കായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നാലാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണേ. ഏത് ആൻസർ വരുന്നത് ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 4ഉം. അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പ്ലാൻ തയ്യാറാക്കിയത്. അഞ്ചാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആറയില് കൺവർ സിംഗ്, റൗട്ടില് ഷാമൽ. ആറാമത്തേത് ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. ലോക വ്യാപാര സംഘടന 95 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ശരി. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പടിഞ്ഞിട്ടാണ്? ഓപ്ഷൻ എ ബസാൾട്ട്. എട്ടാമത്തത് ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തര രാജസ്ഥാനിൽ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏതു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? 9 ഓപ്ഷൻ ഡി സത്ലജ് നദിയിൽ. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ. പതിനൊന്ന് സി ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 12 ഓപ്ഷൻ എ 107.
ഇന്നലെ നമ്മൾ ചെയ്ത ഇതിനകത്ത് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതുപോലത്തെ GDP നിരക്ക് വർദ്ധിച്ചൊക്കെ നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ലേ? പതിമൂന്ന്, ഓപ്ഷൻ ബി. 1, 2, 4. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണ്യ ശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഈ ചോദ്യപേപ്പർ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഈ സീരീസിൽ. എങ്കിൽ ഞങ്ങൾ തകർത്തേനെ, ഇത്രേ ആലോചിക്കത്തില്ലായിരുന്നു അല്ലേ? പതിനാല്, ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്ന് യോജിക്കാത്തത് കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന ജനീവ, ലോകബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി, ഏഷ്യൻ വികസന ബാങ്ക് മണില. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ മോദി. എല്ലാ ചോദ്യപേപ്പറിലും ഈ 91-ലെ സംഭവവും എന്തും ഉണ്ട്, ഹരിത വിപ്ലവവും ഉണ്ട്. ചില ആൾക്കാർ ഇനിയും 12:30 വരും, ഓർക്കാതെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സി, പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? എല്ലാം ശരി. ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. MS സ്വാമിനാഥൻ വിപ്ലവത്തിന്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിക്കുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഇന്നലെ എന്തൊരു കാലാവസ്ഥ, ഇന്ന് എന്തൊരു കാലാവസ്ഥ അല്ലേ? ഇന്ന് മഴയല്ലേ? ഇന്നലെ നല്ല ചൂടായിരുന്നു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 18. ഓപ്ഷൻ എ 50. 19 ബി 1, 3. പ്രഥമ സമ്മേളനം ഡിസംബർ 9. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷന്റെ നിർമ്മാണത്തോടെ നേരിട്ട് തിരഞ്ഞെടുത്തവരല്ല.
എല്ലാ ദിവസവും ഒരു ലൈവ് വെച്ച് റിവിഷൻസ് വരും കേട്ടോ. ഇന്ന് ഡേ 7 ആണല്ലോ റിവിഷൻ വരുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യൂ. B കേരള സംസ്ഥാന ലോകായുക്ത കേരളത്തിലെ ഭരണകൂടി അഴിമതി ആരോപണം. ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? 21. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. എല്ലാ ഒന്നിലവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. നിയമം നിലവിൽ വന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ തനിക്കെതിരായ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഓപ്ഷൻ എ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി നവകേരള സദസ്. ബാക്കിയെല്ലാം പെടുന്നതാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. എഴുതിയല്ലേ? പ്രസ്താവന 3 തെറ്റാണ്. 1, 2 ശരിയാണ്. അതായത് പ്രസ്താവന 3 തെറ്റാണ്. ഇരുപത്തഞ്ച് എഴുതണ്ട കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, കർത്തവ്യപഥ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേര് കർത്തവ്യപഥ. എഴുതിയില്ലേ? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമയ. CAG-യുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തെറ്റായ പ്രസ്താവനയാണ്. ഇത് ശരിയാണ്. വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നു, ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതായത് സംസ്ഥാന ഗവർണർമാർക്കാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കത്തില്ല. സോറി, അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആയിട്ട് പ്രസ്താവന 3 തെറ്റായിട്ട് വരുന്നത്. കേവല ഭൂരിപക്ഷത്തിൽ പറ്റത്തില്ല. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG 28 ക്യാൻസൽ ആണേ. 29.
ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് റിസർവ് ചെയ്തു. 29 വിഷയങ്ങൾ 11ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആണ് ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. 32 മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഓപ്ഷൻ ഡി ഡിസ്ട്രോഫിൻ. OMR അല്ലേ നഷ്മു എഴുതുന്നത്? OMR ഇല്ലാത്തവർ OMR ഒക്കെ വാങ്ങിച്ച് എഴുതിയെങ്കിൽ അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ തൊഴിൽ വിധിക്കകത്തുള്ള കാര്യങ്ങൾ. അല്ലാതെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുന്നത്? OMR തൊഴിൽ വാർത്ത തൊഴിൽ വിധിക്കകത്തുണ്ട്, അല്ലെങ്കിൽ 2-3 ചേർത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കണം. പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 100-150 എക്സാംസ് ഈ ഒരു രീതിയിൽ എഴുതിയെങ്കിലേ നമ്മൾ ഒരു ലെവലിലേക്ക് ആവത്തുള്ളൂ. വെറുതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ് ആവാത്തതെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കണം. നമ്മൾക്കതിനുള്ള ഇതില്ല എങ്കിൽ നമ്മൾ ഒരു ഹെൽപ്പ് ആരുടെ ആയാലും എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പണ്ടാണെങ്കിൽ ആദ്യം ഒരു ഗൈഡ് വാങ്ങിച്ചു വെച്ച് പഠിച്ചു. അതിനകത്ത് മൊത്തവും തെറ്റുകൾ. നല്ല പബ്ലിക്കേഷനെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുവാണെങ്കിൽ ഗൈഡ് അല്ലെങ്കിൽ റാങ്ക് ഫയൽ വാങ്ങിക്കാവൂ, ഏറ്റവും മാർക്കറ്റിൽ ഇതായിട്ട്. അല്ലാതെ കടക്കാർ പറയുന്ന റാങ്ക് ഫയൽ ഒരിക്കലും നമ്മൾ വാങ്ങിക്കരുത്. അത് മൊത്തവും ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും ആ കീസൊക്കെ. അങ്ങനെ എന്റെ എത്രയോ മാർക്ക് പോയിട്ടുണ്ടെന്നറിയാം. നമുക്ക് അറിയത്തില്ല, സ്വന്തമായിട്ട് PSC പഠിക്കുന്ന പറ്റുന്ന അബദ്ധങ്ങളാണ്. അത്യാവശ്യം നമ്മളൊരു 3 മാസമെങ്കിലും, 3 മാസം മുതൽ 6 മാസം വരെയെങ്കിലും കോച്ചിങ്ങിന് പോകണം. എന്നാലേ അതിന്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാവത്തുള്ളൂ, എങ്ങനെയാണെന്നിട്ടുള്ള കാര്യങ്ങൾ. അല്ലെ ഒത്തിരി ടൈം വേസ്റ്റ് ആയി പോകും. എനിക്ക് അങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഏത് വൈറ്റമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? 33 ഓപ്ഷൻ സി വൈറ്റമിൻ ഡി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? 34 ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം ഏവ? 35 ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡും CFCയും നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും മീത്തൈനും.
ഓക്കെ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായത് 36 ഓപ്ഷൻ ഡി സത്യനാരായണ ബലേരി. 37 ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് അലൂമിനിയത്തിൽ കൂടെ പോകുമ്പോഴാണ്. 38 ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് ഓപ്ഷൻ എ അൾട്രാ വയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ധ്രുവ പ്രദേശങ്ങളിൽ. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് ഡേറ്റ് ഓഗസ്റ്റ് മാസം 23, 2023 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് 41 ഓപ്ഷൻ ബി ഐസോബാറുകൾ. അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം 42 ഓപ്ഷൻ സി നൈട്രജൻ. അയോണീകരണ ഊർജം 42. ലൂയിസ് ക്ഷാരത്തിന് ലൂയിസ് ബേസിന് ഉദാഹരണം 42 ഓപ്ഷൻ സി അല്ലേ ആണ്. 43 ഓപ്ഷൻ എ NH3. ശരിയല്ലേ? സംശയമുണ്ടോ? നാൽപ്പത്തെട്ട് വരുമ്പോ എഴുതണ്ട കേട്ടോ. അശ്വതി ഇന്നലെ വന്നില്ലേ? ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു 44 ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. ഭൈരവിക്കോലം 45 ഓപ്ഷൻ ഡി പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? 46 ഓപ്ഷൻ ബി പി വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിലെ ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം 47 ഓപ്ഷൻ ബി 7. 48 ക്യാൻസൽ ആണ്. ഇത്രയും മഴ പിന്നെ ന്യൂനമർദ്ദമായോ? എപ്പോഴും ഇങ്ങനെ ന്യൂനമർദ്ദം വരുന്നല്ലേ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക ക്രാന്തി നോവൽ എഴുതിയത് ആര്? 49 CV ഷിനിലാല്. 69ാമത് ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് 50 ഓപ്ഷൻ ഡി. എന്തോ പേര്? റോജിൻ തോമസോ? റോജിൻ തോമസ്. കാണാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ മാർക്കൊക്കെ റോജിൻ മാർക്ക് കൂട്ടിയൊക്കെ മൈനസ് മാർക്ക് കൂടി ചേർത്തിട്ട് പറയുക കേട്ടോ. നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പിന്നെ സ്റ്റഡി പ്ലാൻസും ലൈവും റെക്കോർഡും എല്ലാം അവൈലബിൾ ആണ്.
ഇനിയിപ്പോ ആകെപ്പാട് 30 ഡേയ്സേ ഉള്ളൂ. 899 ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 500 rupees ആണ് നമുക്ക് 10th ലെവൽ മെയിൻസുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് പോയിന്റ്സ് PYQs റിലേറ്റ് ചെയ്ത് ഓരോന്നിനെയും ഡീപ്പസ്റ്റ് ലെവലിലേക്ക് റൂട്ട് പോകുന്ന GK പ്ലസ് സയൻസിനകത്തുള്ളത്. അപ്പൊ അത് 10 മന്ത്സിലേക്കാണ് 500 രൂപ പറഞ്ഞിരിക്കുന്നത്. 11 മണി മുതൽ 12 മണി വരെയാണ്, മൺഡേ ടു ഫ്രൈഡേ. എല്ലാ ദിവസവും റിവിഷൻ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചു പോകാവുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് 12 മണിക്കാണ് ഇനി മുതൽ ലൈവ് സെഷൻസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് എല്ലാ ദിവസവും ഒരു OMR മാക്സിമം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് അതിനുള്ള പഠിച്ചതൊക്കെ അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ 2021-25 വരെയുള്ള +2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം +2 ലെവലാണ്. അതാണ് ചില ചോദ്യങ്ങൾ ഇച്ചിരി ടൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 2:30 മുതൽ 3:30 വരെയാണ് അതിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. GK പ്ലസ് സയൻസ് ആണ് വരുന്നത്. അതിന് 599 ആണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഓഫർ പ്രൈസ് അവൈലബിൾ ആണ് 799 രൂപയ്ക്ക്. ഈ 2 ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. രണ്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മാർക്കൊക്കെ പറഞ്ഞോളൂ. മീനു 50-ല് 40 മാർക്ക്. എത്ര എണ്ണം തെറ്റ്? 2 3 കണ്ട് ഡിലീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, 40, കുഴപ്പമില്ല. നെക്സ്റ്റ് OMR-ലല്ലേ എഴുതുന്നത്? നോക്കണേ. OMR കഴിഞ്ഞു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത്. എന്താ അറിഞ്ഞില്ലേ? അശ്വതി 36. ശില്പ 38. നഷ്മു 45.3. എത്ര മാർക്കുണ്ടോ? വെരി ഗുഡ്. ഖദീജ 38. പ്രജീഷ് 33. ലേറ്റ് ആയിട്ടാണ് വന്നത്. ഷാബിൻ 31. വിഷ്ണുപ്രിയ 38. സാഫിയ 39. കല്യാണിക്കുട്ടി 32. ലേറ്റ് ആയിട്ടാണ് വന്നേ. അനീഷ 37. നാളെ മുതൽ 12 മണിക്കായിരിക്കും. 12:05 ആവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്. ഓടി വരണം അപ്പോഴത്തേക്ക് കേട്ടോ. ബാക്കി ആരും മാർക്ക് പറയുന്നില്ലയോ? ഡാലിയ ജോൺ എത്ര ഉണ്ട്? ഓക്കെ, അപ്പം ബാക്കി റിവിഷൻ ചെയ്യാം നമുക്ക്. ഇന്ന് ഡേ 7 ആണ് റിവിഷൻ പറഞ്ഞിരിക്കുന്നത്. റിവിഷന്റെ PDF ഒക്കെ നമുക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ദിവസവും ലൈവിന്റെ ഫ്രീ സെഷൻസിന്റെ ലൈവ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ PDF വന്നോന്നൊന്ന് പറയണേ. ഗ്രൂപ്പിൽ അല്ല വന്നിട്ടുണ്ടോ? എല്ലാ ദിവസത്തെയും PDF കിട്ടും. നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇതിന്റെ PDF വന്നോ? ആപ്പിൽ കയറി നോക്കിയെങ്കിലേ വന്നില്ലേ? മെസ്സേജ് വന്നില്ലെന്നാണോ? ഡേ 7. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ഇത് വന്നോ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ആര്? റൂസോ. തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പ്രകടിപ്പിച്ചത്. ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. ഓപ്ഷൻ ഡി. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തരും ശില്പ. ഈ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് പറഞ്ഞേ.
എടുത്തോ. 14 ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് തെറ്റ് വന്നിരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ആരാ? വെല്ലസ്ലി പ്രഭു. കേരളത്തിൽ ക്ഷേത്ര സമൂഹത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബർ നേപ്പാളിൽ ഗവൺമെന്റ് ക്യാബിനറ്റ് ബേസിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പൈറീസ് പുൽമേട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2 ശരിയില് കാനഡയിലും അമേരിക്കയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പൈറീസ് പുൽമേട്. 2023 G20യുടെ തീം എന്തായിരുന്നു? ഒരു ഭൂമി ഒരു കുടുംബം എന്നാണ്. പമേല റൂക്സ് സംവിധാനം ചെയ്ത സിനിമ? ഓപ്ഷൻ എ ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഏത് നദിയിലുള്ള ജലം സ്ഥിതി ചെയ്യുന്നു? ബംഗ്ലിഹാർ അണക്കെട്ട്. ചിനാബ്. 2025 മെയ് 2 മോദി ഉദ്ഘാടനം ചെയ്ത തുറമുഖത്തിന്റെ സവിശേഷതകളെല്ലാം ശരിയാണ്. ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഓട്ടോമേറ്റഡ്, ആഴമേറിയ ബ്രേക്ക് വാട്ടർ, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് നിൽക്കുന്ന ഏക തുറമുഖം. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ കാർവേ കമ്മിറ്റി മാത്രം. ഇനി ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ട്രിറ്റിക്കം ഈസ്റ്റിവം. ഗോതമ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? അത് തെറ്റായിട്ടാണ് അവതരിക്കുന്നത്. ഓക്കെ. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്ന ശരിയല്ലാത്തത് ഏത്? ഇന്ത്യയുടെ സ്ഥാനം എത്ര ആയിരുന്നു? 4. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? അതുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ആരംഭിച്ചു. 80-ലല്ല ആരംഭിച്ചത്. സ്വാമിനാഥൻ. രാസവളം, കീടനാശിനി. അമൃതകാൽ 23-24 യൂണിയൻ ബജറ്റാണ് അമൃതകാല്. ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഇന്നത്തെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളത് ഡിസംബർ 9. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 86 ശരിയാണോ? യെസ്. 2010 നിലവിൽ വന്നത്. ഭരണഘടനയുടെ 21A. അടുത്തത് ഇന്ത്യയുടെ നീതിന്യായ പുനരവലോകനം ജുഡീഷ്യൽ റിവ്യൂ അമേരിക്ക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെ കുറിച്ച് ശരി അല്ലാത്തത്? ശരിയല്ല 44. 300A. 1ഉം 2ഉം മാത്രമാണ് ശരിയല്ലാത്തത്. വോട്ടവകാശം 21-ൽ നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ ബി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ദേശീയ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകർ ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അധികാരം നൽകേണ്ടത് ആർക്കാണ്? രാജ്യസഭയ്ക്ക്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആണ്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് ഔദ്യോഗിക സ്ഥാനത്ത് നിർത്തുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നവയിൽ നിന്നും താഴ്ന്നിരിക്കുന്നതിലും കണ്ടെത്തുക. ധനകാര്യ കമ്മീഷൻ. കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186, സെക്ഷൻ 205. 1ഉം 2ഉം മാത്രം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം
2007 മെയ് 4. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏപ്രിൽ 23. മലമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീമോസോയിൽ, HIV അണുബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എലിസ ടെസ്റ്റ്. ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തോ ടെസ്റ്റാ? വെസ്റ്റേൺ ബോൾട്ട്. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ കൊളസ്ട്രോം. കൊളസ്ട്രോത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA. ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതാ? ഇൻസുലിൻ. ഗ്ലൂക്കോസ് കുറയ്ക്കുന്നു, ഗ്ലൂക്കോൺ ഇൻസുലിൻ അല്ല ഗ്ലൂക്കോസ് കൂട്ടുന്നു. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ ഏതൊക്കെയാണ്? എല്ലാം വരുന്നുണ്ട്. ഷാജി, കലാമി, ഫുജിയ, കൊല്ലം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം ഗതികോർജം ഹീറ്റ് ആയിട്ട് മാറുന്നു. 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? ഏതാണ്? 7ന് മുകളിലാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകത്തിന്റെ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? ഡി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിരിക്കുന്നു? 90/18. 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോം. രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. എല്ലാം ശരി. എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാന്റിക് കാവ്യമെന്നും റൊമാനിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി നളചരിതമാട്ടക്കഥ. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ്. ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് വിജയം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാമത്തെ കിരീടം. രോഹിത് ശർമ്മയല്ല ക്രിക്കറ്റിലെ ടൂർണമെന്റിലെ താരം. സച്ചിൻ രവീന്ദ്ര. അടുത്തത് ശരിയായ പ്രസ്താവന. ബി. 3 മാത്രം ശരി. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിൽ എത്തിയത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ് സ്പേസ് എക്സ്. തെറ്റ്. ഇതൊക്കെ തെറ്റാണ്. അപ്പം നാളെ ഡേ 8 പഠിച്ചുകൊണ്ട് വരണം. നാളെ 12 മണിക്കായിരിക്കും ക്ലാസ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മതി. അപ്പൊ നമുക്ക് 1 മണിക്ക് മുമ്പ് എല്ലാ പരിപാടിയും നിർത്തിട്ട് പോവാം. നാളെ നമുക്ക് ക്ലാസ് ഇല്ല. ചട്ടമ്പി സ്വാമികളുടെ പിന്നെയും ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളിയുടെ ജന്മദിനം പബ്ലിക് ഹോളിഡേയിലില്ല. എവിടെ വരുന്നത്? ഇനി അടുത്ത ക്ലാസ് ഇതിനകത്ത് നെക്സ്റ്റ് ഏതാ? വ്യാഴമാണോ? ഇന്ന് 2:30 ഫ്രൈഡേ. ആ ദിവസം. ഓക്കെ, അപ്പൊ ശരി. ബൈ. താങ്ക് യു.